ഹലോ, നിങ്ങൾ ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളാണ്. നിങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ ഓൺലൈൻ വഴി കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സെയിൽ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് എന്ന് പറയുന്നത്. അത് ഹോൾസെയിൽ ആയിക്കോട്ടെ, റീറ്റെയിൽ ആയിക്കോട്ടെ. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പം നിങ്ങളുടെ ഷോപ്പ്, ക്ലോത്തിങ് ഷോപ്പ് സിറ്റിയിലോ ജംഗ്ഷനിലോ, ചിലപ്പോൾ നിങ്ങൾ എല്ലാ തരം പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ഷോപ്പായിരിക്കും. ജെൻസ് വെയർ, കിഡ്സ് വെയർ, അങ്ങനെ മിക്സിംഗ് ആയിട്ട് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് ആദ്യം പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി മാത്രം നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരില്ല. ഇതിന് പറയുക ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് എന്നാണ്. ഞങ്ങളിത് പ്രത്യേകമായിട്ട് പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. തുടക്കം തന്നെ എല്ലാം കൂടി സെല്ല് ചെയ്യാൻ നേരത്ത് കിഡ്സ് വെയറും ഉണ്ട്, ജെൻസ് വെയറും ഉണ്ട്, ലേഡീസും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇന്നതൊന്നുമില്ല, എല്ലാവരെയും നമ്മൾ സെർവ് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് അത് വർക്കൗട്ട് ആകില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ അൽഗോരിതം ഇൻട്രസ്റ്റ് ബേസ്ഡ് അൽഗോരിതം എന്ന് പറയും. അതായത് സോഷ്യൽ മീഡിയ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കും. ഈ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫീഡ്സ് ആയിരിക്കും തരാം. അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കാം, പോസ്റ്റുകളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക. ഇപ്പം നിങ്ങൾ എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഫീഡ്സിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസംഗങ്ങളായിരിക്കും കേൾക്കുക. നിങ്ങൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു, പെട്ടെന്ന് ഇനി ഹെൽത്തൊക്കെ ഒന്ന് നന്നാക്കണം, ജിമ്മിൽ പോകണം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവനും നിങ്ങൾക്ക് ജിമ്മ് റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പരസ്യങ്ങളും ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു വാച്ച് വാങ്ങണമെന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പരസ്യം വന്നു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്താണ്, ബിസിനസ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം, അതായത് മെറ്റ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പരസ്യം ഈ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരെണ്ണത്തിൽ മാത്രം, സാരിയിൽ മാത്രം ഫോക്കസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ, അത് കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തു, നിങ്ങൾക്ക് നല്ല സെയിലൊക്കെ വരാൻ നേരത്തെ എക്സ്പാൻഡ് ചെയ്തു. ഇനീഷ്യൽ സ്റ്റേജിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ എന്താ വെച്ചാൽ സാരി റിലേറ്റഡ് ആയിട്ടുള്ള ആരൊക്കെ സാരി ലവേഴ്സ് ഉണ്ട്, സാരിയോട് ഇൻട്രസ്റ്റ് ഉള്ളത് ആരൊക്കെയാണെന്നുള്ളത് ഓൾറെഡി സോഷ്യൽ മീഡിയയുടെ സിസ്റ്റത്തിന് അറിയാം. അപ്പം നിങ്ങൾ പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എൻ്റർ ചെയ്തു നിങ്ങളുടെ സാരി ബിസിനസ്സുമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് മാത്രം, ജെൻസിൻ്റെ മാത്രം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സായിട്ടുള്ള സാരി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യാൻ നേരത്ത്, നിങ്ങളുടെ പരസ്യം വരാൻ നേരത്ത് നിങ്ങളുടെ കസ്റ്റമറേയും തമ്മിൽ ഇത് ഓട്ടോമാറ്റിക്കലി മീറ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു അതുപോലെ തന്നെയാണ് അവർക്കും എത്തുന്നത്. ഇത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുക. അതല്ലാതെ നമ്മൾ ഒരുപാട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ എക്സ് ഉണ്ടോ എക്സൽ ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലാക്ക് ഉണ്ടോ ബ്ലൂ ഉണ്ടോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉള്ളതുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്യും. സെയിൽ കുറച്ച് മാത്രമേ നടക്കൂ. ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നല്ല രീതിയിൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കൂടുതൽ സെയിൽ നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾ സാരിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിൽ ആദ്യം നിങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ടേ മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യൂ. കാരണം നിങ്ങളുടെ പേജ് മുഴുവൻ സാരിയെ പറ്റിയിട്ടാണ്, നിങ്ങളുടെ വീഡിയോസ് മുഴുവൻ സാരി ഫോക്കസ്ഡാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അധികവും സാരി ലവേഴ്സ് ആയിരിക്കും. അവർ വേറെ ഒന്നിനെ പറ്റി 100 പേര് വന്ന ഒരു 90 പേരും സാരി ലവേഴ്സ് ആയിരിക്കും. അതിലൊരു നിശ്ചിത വിഭാഗത്തിനെ എന്തായാലും നിങ്ങൾക്ക് പേയിങ് കസ്റ്റമറാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു മാർക്കറ്റിങ്ങിൽ ഈ ലോനെ പറയുക ലോ ഓഫ് സാക്രിഫൈസ് എന്നാണ് പറയുക. അൽറീസ് 22 ഇമ്മ്യൂട്ടബിൾ ലോസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ബുക്കിൽ 70കളിലോ 80കളിലോ എന്തോ എഴുതിയേക്കണ ബുക്കാണ്. വളരെ റിസർച്ച് ചെയ്തിട്ട് എഴുതി. അതിൽ മെൻഷൻ ചെയ്യേണ്ടത് 22 ലോയിലൊരു ലോ ഇതാണ്, ലോ ഓഫ് സാക്രിഫൈസ് എന്ന് പറയും. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നേടണമെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. ഇതാണ് മാർക്കറ്റിങ്ങിലെ നിയമം. അതായത് സാരിയുടെ ഒരുപാട് സെയിൽ നമുക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ കുർത്തീസും തൽക്കാലത്തേക്ക് ചുരിദാറും മാറ്റി വെക്കണം. ഇപ്പോൾ ജെൻസിൻ്റെ ആ ഒരു കൂടുതൽ സെയിൽ നേടണമെങ്കിൽ തൽക്കാലത്തേക്ക് കിഡ്സിൻ്റെ മാറ്റി വെക്കണം. കിഡ്സിൻ്റെ കൂടുതൽ നേടണമെങ്കിൽ ജെൻസിൻ്റെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കണം. സാക്രിഫൈസ് ചെയ്യുക എന്തിന്? ഒരു സൈഡിൽ നല്ല ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് ബിസിനസ്സിൻ്റെ ഈ മാർക്കറ്റിംഗ് ലോ മാത്രമല്ല, നിങ്ങൾ എവിടെയും നോക്കിക്കോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണം. അപ്പോൾ ചിലപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് ഓടേണ്ടതായിട്ട് വരും, നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ രാവിലത്തെ ഉറക്കം എന്നുള്ള കംഫർട്ട് സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഹെൽത്തി ബോഡി എന്നൊരു ഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യൽ
ഇതൊരു എന്താ പറയുക, മാർക്കറ്റിങ്ങിലെ നിയമം മാത്രമല്ല, മൊത്തത്തിലൊരു പ്രകൃതി നിയമം എന്ന് വേണമെങ്കിൽ പറയാം. ചൈനക്കാരുടെ പ്രോവർബ് ഉണ്ട്, 2 മുയലുകളുടെ പുറകെ ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുയലിനെയും പിടിക്കാനുള്ള സാധ്യതയില്ല. കാരണം എനിക്ക് 2 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് കിടന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അത് വേണോ ഇത് വേണോ അങ്ങനെ ചിന്തിച്ചിരുന്ന് 2ലേക്കും ഫോക്കസ് ഇല്ലാന്ന് നേരത്ത് ഒന്നും നമുക്ക് കിട്ടില്ല. എന്നാൽ 1നെ മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ പുറകെ മാത്രം ഓടണം, മറ്റത് പോയണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയണമെങ്കിൽ ആ ഒരെണ്ണത്തിനെ പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിങ്ങളുടെ പ്രോബബിലിറ്റി അവിടെ കൂടും, ചാൻസ് കൂടും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. തുടക്ക സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു നീഷിനെ ഫോക്കസ് ചെയ്ത് അതിൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് വരും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാരി ലവർ ഒരു സുപ്രഭാതത്തിൽ സാരി ലവർ അല്ലാതെ ആയി മാറില്ല. അത് കാലങ്ങളായിട്ട് അവരിൽ ഫോമായിട്ട് വന്നേക്കണേ. ഞാനൊരു സാരി ലവറാണ്, അധിക സമയം എനിക്ക് സാരി ഉടുക്കണതാണ് ഇഷ്ടം, അവരൊരു സാരി ലവറാണ്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ടോ, പുതിയ കസ്റ്റമറെ തേടി പോകേണ്ട കാര്യമില്ല. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ആ പുതിയ കളക്ഷൻസിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ബേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ വരും, ന്യൂ കസ്റ്റമേഴ്സിൻ്റെ പുറകെ പോകാതെ തന്നെ. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധിയാണ്, നമ്മുടെ കാൽച്ചുവട്ടി തന്നെയുള്ള ഒരു നിധിയാണ്. ഒരുപാട് മാപ്പൊക്കെ നോക്കി ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി കുഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാൽച്ചുവട്ടി തന്നെ കുഴിച്ചാൽ കിട്ടുന്ന ഒരു നിധിയാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? അവരിൽ ഓൾറെഡി ട്രസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങളോട് ട്രസ്റ്റ് വന്നുകൊണ്ടുള്ള ആ ഇനീഷ്യൽ പർച്ചേസ് നടന്നത്. അങ്ങനെയാണ് അവരെ നിങ്ങൾ ഒരു ബിസിനസ് ടേംസിൽ ഒരാൾ കസ്റ്റമറായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് തന്ന് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുമ്പോഴാണ്. അതാണ് ടെക്നിക്കലി കസ്റ്റമർ. അല്ലാത്തതിനേക്കാൾ നമ്മൾ ലീഡ്സ്, പ്രോസ്പെക്റ്റ്, പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നൊക്കെയാണ് പറയാറ്. സാധാരണ നമ്മളെല്ലാവരെയും കസ്റ്റമർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ടെക്നിക്കലി ഒരാൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നതിന് ശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ സ്വീകരിക്കുന്ന ആ പോയിന്റ് മുതലാണ് അവരെ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാവരും കസ്റ്റമർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ട് മാറണം. അവർക്ക് വീണ്ടും നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു നീഷിനെ ഫോക്കസ് ചെയ്ത് നമുക്കറിയാം ഈ ആളുകളെല്ലാം സാരി ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അപ്പം നിങ്ങളുടെ അത്രയും ഉള്ള ബേസ്, ചിലപ്പോൾ ചെറിയ ഷോപ്പാണെങ്കിൽ കൂടിയും ഒരുപാട് ചെറിയ ഷോപ്പുകൾ അങ്ങനെ സക്സസ്ഫുൾ ആവുന്നുണ്ട്. അവർ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുള്ളൂ. എല്ലാം കൂടി നടക്കാൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറയാൻ നേരത്ത് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുക. നിങ്ങളിപ്പോൾ ഷോപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഒന്നും മാറ്റാൻ ഞങ്ങൾ പറയില്ല. അതായത് അത് നിങ്ങൾ ചെയ്തോ, പക്ഷേ ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത് തുടക്ക സമയത്ത്, ഇപ്പോഴും പറയണ തുടക്ക സമയത്ത്, അത് കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തോ, നോ പ്രോബ്ലം. ഏതെങ്കിലും ഒന്നിലെ ഫോക്കസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളും വരും. ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ഞങ്ങളും ഡിജി സെയിൽസിൽ ഫോക്കസ് ചെയ്യുന്നത് ഷോപ്പ് ഓണേഴ്സിനെയാണ്, ക്ലോത്തിങ് ഷോപ്പ് ഓണേഴ്സിനെയാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്, ഷോപ്പുണ്ട്, ചിലപ്പോൾ സ്റ്റാഫ് ഉണ്ടായിരിക്കുക, പെയിൻ ഉള്ളവർ നിങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെയിലി സെയിൽസ് കൂടുതലായിട്ട് ലഭിക്കേണ്ടത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്ക് സെയിൽ വന്നിപ്പോൾ ഒരു റീസെല്ലർ ആണെങ്കിൽ സെയിൽ വന്നില്ലെങ്കിൽ സെയിൽ വന്നില്ല എന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് സെയിൽ വന്നില്ലെങ്കിൽ അത് ആ ഒരു പ്രത്യേക സ്റ്റോക്ക് ട്രെൻഡ് ഔട്ടായി പോകും, അങ്ങനെ ഡെഡ് സ്റ്റോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് മന്ത് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം എക്സ്പെൻസ് കൂടുതലുള്ളവരാണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള ഒരു ക്ലോത്തിങ് ഷോപ്പ് ഓണർ ചെയ്യേണ്ടത്. എന്ത് പഠിക്കണം? ഏതെല്ലാം മാർഗ്ഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക്, ആ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കാം. അത് ലോക്കൽ കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെ. ഇനി അതെല്ലാം നിങ്ങൾക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മിക്കവാറും ഇന്ന് ക്ലോത്തിങ് പ്രൊഡക്റ്റുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകളല്ല ക്ലോത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെ കാണിച്ചാലും അങ്ങനെ ഡാമേജ് വരില്ല. അപ്പോൾ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. അപ്പോൾ ദൂരെയുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സായിട്ട് കിട്ടും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമറെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗ്ഗമാണ്. മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്നതല്ല, ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ഒരു ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ക്ലോത്തിങ് ഷോപ്പുള്ളവരാണ്, നിങ്ങൾ വിശദമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. ക്ലോത്തിങ് ഷോപ്പുള്ളവരെ മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കലാണ് ഡിജി സെയിൽസിൻ്റെ മെയിൻ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഓൺലി ഫോർ ക്ലോത്തിങ് ഷോപ്പ് ഓണേഴ്സ്. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.